നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്ന ഗവർണറുടെ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ചിന് വിടണമെന്ന് കേരളം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടാണ് കേരളത്തിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ KK വേണുഗോപാൽ ഈ ആവശ്യം ഉന്നയിച്ചത്. ഹർജി അടിയന്തരമായി കേൾക്കണമെന്നും കേരളം സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെ രാഷ്ട്രപതിയുടെ സെക്രട്ടറി, ഗവർണറുടെ സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് കേരളം സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും വിശദമായ വാദം കേൾക്കാൻ ഇതുവരെയും ഉണ്ടായില്ല. ഇതിനിടെ കഴിഞ്ഞ ദിവസം 2 ബില്ലുകൾ രാഷ്ട്രപതി തിരിച്ചയച്ചു. ഗവർണറെ സർവകലാശാലയുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കാൻ നിയമസഭ പാസാക്കിയ ബില്ലും 2021 യൂണിവേഴ്സിറ്റി അപ്പീലേറ്റ് ട്രൈബ്യൂണൽ നിയമന ഭേദഗതി ബില്ലും ആണ് രാഷ്ട്രപതി തിരിച്ചയച്ചത്. ബില്ലുകൾ തിരിച്ചയച്ചത് സംബന്ധിച്ച വിവരം സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത് എന്ന് KK വേണുഗോപാൽ സുപ്രീം കോടതിയെ അറിയിച്ചു. 1 മാസവും 3 മാസവും കഴിഞ്ഞ ശേഷമാണ് ബില്ലുകൾ രാഷ്ട്രപതി തിരിച്ചയച്ചത് എന്ന് വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. ഹർജി അടിയന്തരമായി കേൾക്കണമെന്നും ചീഫ് ജസ്റ്റിസിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്നാണ് ഹർജി അടിയന്തരമായി കേൾക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകാൻ ചീഫ് ജസ്റ്റിസിനെ നിർദ്ദേശിച്ചത്. ഹർജി മറ്റൊരു ബെഞ്ചിന് മുമ്പാകെ ലിസ്റ്റ് ചെയ്യാമെന്നും ചീഫ് ജസ്റ്റിസ് അറിയിച്ചപ്പോഴാണ് ജസ്റ്റിസ് പർദിവാലയുടെ ബെഞ്ചിന് വിടണമെന്ന് കേരളം ആവശ്യപ്പെട്ടത്. ഗവർണർ RN രവിക്കെതിരെ തമിഴ്നാട് സർക്കാർ ഫയൽ ചെയ്ത സമാനമായ ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് പർദിവാല അധ്യക്ഷനായ ബെഞ്ചായിരുന്നു. ജസ്റ്റിസ് പർദിവാല തമിഴ്നാട് ഗവർണറുടെ നടപടിയെ വിമർശിക്കുകയും ചെയ്തിരുന്നു. തമിഴ്നാട് ഗവർണർക്കെതിരായ ഹർജി വിധി പറയാനായി സുപ്രീം കോടതി മാറ്റിയിരിക്കുകയാണ്. കേരളത്തിനു വേണ്ടി ചൊവ്വാഴ്ച സീനിയർ അഭിഭാഷകൻ KK വേണുഗോപാലിന് പുറമെ അഡ്വക്കേറ്റ് ജനറൽ KV ഗോപാലകൃഷ്ണക്കുറുപ്പ്, സീനിയർ ഗവൺമെന്റ് പ്ലീഡർ V മനു, സ്റ്റാൻഡിംഗ് കൗൺസിലർ CK ശശി എന്നിവരാണ് ഹാജരായത്.